ഏറ്റവും ചെലവ് കുറഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ അല്പം സിമെൻറ്റും കുറച്ച് എംസാൻഡും. ഇത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ അതിൽ ബാക്കിയുണ്ടായിരുന്ന സിമെൻറ്റും ഒരു സ്വല്പം ബാക്കിയുണ്ടായിരുന്നത് ജസ്റ്റ് ഒരു ഇത് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് കാണിക്കാം. വളരെ ലളിതമായിട്ട് ആർക്കും ഉണ്ടാക്കിയെടുത്തതിന് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ആർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 രൂപയുടെ സിമെൻറ്റും ഒരു 2 രൂപയുടെ എംസാൻഡും മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അതുപോലെ ഇത് നമുക്ക് കൊമേഴ്സ്യലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കിവിടെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഭംഗി വരുത്താം. അതുപോലെ ഇത് നമുക്ക് പോളിഷ് ചെയ്തെടുത്തിട്ടൊക്കെ ചെയ്യട്ടെ. അത് ഞാനിതിൻ്റെ റഫ് ഫിനിഷാണ് എനിക്ക് താല്പര്യം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് പിന്നെ ഉരക്കള്ളാസൊക്കെ വെച്ച് ഉരച്ച് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതിന് മെഷീനറികളൊക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ നമുക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇത് കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉള്ള എന്താ വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ പ്ലാസ്റ്റിക് ഇങ്ങനെ ഇപ്പം ഞാനിതിന് ഉപയോഗിച്ച പ്ലാസ്റ്റിക്കും ഒരു എന്തോ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു സാധനത്തിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ സംസ്കരിക്കാൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഹരിതകർമ്മസേന പോലുള്ളവരൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് അതെല്ലാം സെപ്പറേറ്റ് പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് കൊടുക്കുക, പ്ലാസ്റ്റിക് സെപ്പറേറ്റ് കൊടുക്കുക. അപ്പോൾ അത് അവർക്കും ഉപകാരമായിരിക്കും, നമ്മുടെ നാടിനും നല്ലൊരു കാര്യമായിരിക്കും.